இங்கே ரொம்ப பெருசா கொஞ்சம் இங்க பாருங்க முன்ன നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനല്ല മാന്യസദസ്സിന് വന്ദനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വയനാട് ചുരം താമരശ്ശേരി ചുരം, വയനാടല്ല, താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ പോകുന്നത്. എക്സിബിഷൻ എവിടെ നമുക്ക് കണ്ടറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ കാണണ്ടേ. സ്കിപ്പ് ചെയ്യണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. ഓന് വലിയ ബാംഗ്ലൂര് എന്താ വർക്ക് ചെയ്യുന്ന ആളാണുള്ള. അതൊന്ന് എന്താ പറയാ അതിനകത്തൊന്ന് ഇതാക്കിയതാ. ബാംഗ്ലൂർ ബസ് വർക്കിംഗ് അതാ അങ്ങാച്ച മോട്ടറും പറയണ്ടേ. ഹുസൂർ ബസ് ഉണ്ടോ? ബസ് സാധനമില്ല. എന്താ ചോലെ നമ്മൾ ചുരം കയറി എത്തുമ്പോഴേ ഭയങ്കര സാധനല്ലേ അതിനെക്കുട്ടി നമ്മൾ പുറപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എത്തിക്കുന്നത്. ഇത് ആരുടെ ഐഡിയ ആണ്? നമ്മുടെ സ്വന്തം ഫായ്സ് കാണിച്ചത് ഐഡിയ കേട്ടോ. തടിയന്റെ ഇതുപോലെ തന്നെ ഐഡിയ ഉണ്ടോ? ഇല്ല അങ്ങനെ സാധനം നമ്മൾ എടുത്തില്ല. പക്ഷെ കൈ വയനാട്ടിലൂടെ കയറൂല. നമ്മളിതാ വയനാട് ചുരം കയറി വയനാട്ടിലേക്ക് കടന്നിക്കുകയാണ്. നമ്മൾ വയനാടിന്റെ ബോർഡ് വെൽക്കം ടു വയനാട്. താങ്ക് യു. വയനാട് ഞങ്ങൾ ഒരു ചെറിയ മഴയോട് കൂടി കുറെ നേരത്തെ യാത്രക്ക് ശേഷം നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ചാടി ഒരു പീസ് നോക്കട്ടെ. തിന്നേന്റെ ബാക്കിയാട്ടോ ഇന്നൂല ഒരാൾ ഇന്നലെ ബാക്കി ഞാൻ തിന്നില്ല. ഞാൻ എപ്പോഴും എത്തിനല്ലോ. ഇന്നലെ മിഠായി ലാപ്പും കൂപ്പൊന്നുമല്ല. ഗൈസ് ഇവിടെ വരെ വന്നിട്ട് ഛർദിക്കാൻ പറഞ്ഞിട്ട് പീടിയ നാരങ്ങൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാനല്ല, അജ്മല് വാള് വെച്ചിട്ട് ഒത്തിരിയാണ് ഇവിടെ. പക്ഷെ അത് നാരങ്ങ വാങ്ങിയിട്ടാ കുത്തിരിക്കുകയാണേ. നാരങ്ങക്ക് ഒരു തുള ഇട്ട് ഇവിടെ ഇടോ. ഇനി കാറ് കുത്തിന് മണപ്പിക്കാൻ പറഞ്ഞിട്ട് നോട്ടെ. നിക്കല്ലേ നമ്മള് കാട്ടുപന്നി അതാരാ പന്നി വിളിച്ചപ്പോ നായിന് വെച്ചിട്ട് ഓടിയ പന്നി പന്നി. നമ്മൾ ഊട്ടിയിലെത്തി. എൻ്റെ ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റൂം നോക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താ അവസ്ഥ അറിയാല. കയറി നോക്കട്ടെ. നിശാലാണ് മുണ്ടുമടക്കുത്തി കയറുന്നത്. നമ്മൂറാ என்ன ஏதாவது பிரச்சனை ஆயிடுக்குமா? நீ இருக்கா? உனக்கு வந்து தமிழ் பேச புரியுமா? ஆமாண்டா. மிஷாலே ഇവിടെ കയറി എന്താ പറഞ്ഞേ? ഇങ്ങ ரொம்ப പെരുസാ പണം. ഗൈസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 590 റൂമുണ്ട് എന്നാണ്. പക്ഷേ അത് വന്ന് ജാസ്തി അവർ കൊടുക്കുന്ന വെച്ചാല് 1300 ആ റേറ്റിനാണ് കൊടുക്കുന്നത്. പക്ഷെ ഈ ബോർഡൊന്നും കണ്ടു ആരും കയറി ചാമ്പലിന് കൊടുക്കരുത് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇതാ റോട്ടിൽ വയ്യാതെ നിൽക്കുകയാണ്. റൂമ് കാര്യങ്ങളൊന്നും കിട്ടാണ്ട് അപ്പുറം ചോദിച്ചു നോക്കി. ഞങ്ങളവിടെ ചോദിച്ചു നോക്കിയാൽ പാടില്ല. ഡോമറ്ററി ഒന്നുമില്ല. ഡോമറ്ററിയല്ല, റൂമുണ്ടാടാ സിംഗിള്. ഏടാ ഗൈസ്
പക്ഷെ ഞങ്ങൾ നോക്കട്ടെ കേട്ടോ, എവിടെ റൂം കിട്ടുമോ നോക്കട്ടെ, അടുത്ത ഡേറ്റ് തരാം ഗൈസ്. കവലപ്പെടാതെ നമ്മൾ അടുത്ത റൂമിൽ കിട്ടുമെന്ന് ചോദിക്കാൻ വന്നാണ്. ഒടുക്കത്തെ തണുപ്പാട്ടോ, നല്ല കാറ്റുമുണ്ട്. അടുത്ത റൂം കിട്ടും വിശാൽ? ഇത് നമ്മ ഊര് கவலைப்படாது. நீ என்ட்ரு பண்ணுமா? சாரி, இது வந்து கஃபே தான், அங்கதான் ரிசப்ஷன். കം. ആരും പോകാത്ത വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലൈറ്റ് ഓഫ് பண்ணுണ്ട്. ഇവിടെ നിലത്തൊക്കെ ആൾക്കാർ. അണ്ണേ 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 அண்ணா கொஞ்சம் இங்க பாருங்க அண்ணே. ஆமா அண்ணா அண்ணன் வந்து ரெஸ்ட் ரூம் போயிருக்கு. அங்கதான் ரெஸ்ட் ரூம். அங்க இருக்கு. ஏய், அங்க போகாதடா. அண்ணா அண்ணா റൂമുണ്ടോ? 1600. ഇവിടെ ரொம்ப ജാസ്തി. ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അണ്ണേ കൊഞ്ചം തള്ളുക. ഒടുക്കത്തെ തണുപ്പാട്ടോ. തുണി കഴിഞ്ഞിരിക്ക. നീ വന്ന് എല്ലാം പേசி സെറ്റ് பண்ணிடுங்களா? ആമാടാ. ഓക്കെ. ഇല്ലാന്ന് പറഞ്ഞേ, ഇല്ല തുറക്കാൻ പറഞ്ഞു. അഞ്ച് 5 सिंगल रूम डबल रूम? സിംഗിൾ റൂം सिंगल रूम पड़ेगा 1500, 11 o'clock check-in. 11 o'clock. check 9 o'clock कितना? 1500. कमी 11 o'clock after 300 each around. കമ്മി 1400 करते बस तक. 1400. നമുക്ക് അവസാനം റൂം ഇട്ടിരിക്കുകയാണ്. हार्ड कॉपी नहीं है क्या? എന്തൊക്കെ പറയുന്നുണ്ട് ശാല. हार्ड कॉपी नहीं है क्या? हार्ड कॉपी दे दो. एक मिनट ഗൈസ്, എല്ലാം റെഡി பண்ணிட்டേ. നമുക്ക് അവസാനം റൂം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇത് ക്ലോസ് ആക്കാൻ പറ്റൂലേ? എനിക്ക് പൊണ്ടാട്ടിയില്ലേ? எப்படி இருக்கு? ஹேய் அண்ணா, தூங்கிட்டா? அண்ணா தூங்கிட்டா? எப்படி இருக்கு ரூமு? നല്ല റൂമാ? നിന്നെ രാവിലെ എപ്പോഴേ കാണാം. ஏய், இங்க நிஜமான வியூ இருக்கு. செம்மையான இது வந்து ஓப்பன் பண்ண முடியாது. സോറി ഗൈസ്. എല്ലാരും മയക്കത്തിലാണ്. തടി ഉറങ്ങിയോ? അടിയാ കുടോ. ഗൈസ്, ഇപ്പൊ ഞങ്ങളെല്ലാരും ചെറിയൊരു മയക്കം വാങ്ങിയിട്ട് രാവിലെ എണീച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കാട്ടെ. മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ പൊലച്ചത്തെ ഉറക്കുന്ന ശേഷം ഇപ്പോൾ ഉറങ്ങിച്ചിരിക്കുകയാണ്. ഇവിടെ അയ്യോ സോറി, ഇപ്പോൾ മുസു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തടിയൻ വിശാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിച്ചെടുക്കാനാണ് ഉള്ളത്. അവൻ്റെ കാഴ്ചയാണ്. നമ്മൾ രാവിലെ ഉറങ്ങിയ ശേഷം ഇവിടെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പോരാ, ഇതാരും പോരല്ലേ? ഞാനും അച്ഛനും ഇവരെല്ലാം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സുബഹി നിസ്കരിച്ചു. അതിനുശേഷം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിപ്പോൾ ആകെ നമ്മൾ ഉറങ്ങി എത്ര 2.5 മണിക്കൂർ എത്ര ഉണ്ടാവും? 2.5 മണിക്കൂർ ഉറങ്ങി. ഇപ്പോൾ നമ്മൾ താഴേക്ക് നല്ലൊരു ചായ കുടിച്ചിപ്പോൾ വ്യൂ കാണാൻ. എങ്ങനെയുണ്ട് ഗായ്സ് ഇവിടുത്തെ വ്യൂ? ഇത് നമ്മൾ രാത്രി കണ്ടില്ല കേട്ടോ. രാത്രി എങ്ങനെ അത് കാണാൻ വെച്ചിട്ടുണ്ടാവും. നോക്കണ്ട.
ഗായ്സ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കുകയാണ്. നോട്ടെ തലയിട്ടാ തൊട്ടോ. ഇതാണ് ഗൈസ് നമ്മള് വ്യൂ. അതെ നമ്മൾ ഫിലിപ്പീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയിരിക്കും. ഓക്കെ അല്ലേ നമ്മളെ? അടുപ്പ് രണ്ടാളുടെ പോയി തണക്കൂല വാ. അക്കുടു തണുപ്പാന്ന് പറഞ്ഞിട്ട് കേറുന്നില്ല. പക്ഷേ നമുക്ക് തണുപ്പ് കാര്യങ്ങൾ ഒരു വിഷയമല്ല. ആ അതിനുള്ളിൽ പോയി കണ്ട ഫോട്ടോ ഷൂട്ടിങ് ഉണ്ടേ. തണുപ്പുണ്ടോ? തണുപ്പില്ല. തണുപ്പുണ്ടോ? സീരിയസ് ആയിട്ട് വരണോ? എങ്ങനെയൊക്കെ കച്ചത്ത് കൈ വെച്ച് എനിക്ക് തണുപ്പുണ്ടോ? തണുപ്പൊന്നുമില്ല. നമ്മക്ക് തണുപ്പില്ലേ? തണുപ്പുണ്ട്. ഊട്ടിയിൽ വന്നിട്ട് തണുപ്പ് പോരാന്നാണ് അക്കോട് പറയുന്നത്. അക്കോട് കണ്ട മണാലിയും ബാംഗ്ലൂരും പോലെ എന്താ ഇവിടെ തണുപ്പില്ല എന്നാണ് അക്കോട് പറയുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ തലശ്ശേരി തൽക്കാലത്തിലാണ് എത്തിയിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പൈൻ ഫോറസ്റ്റ് ഒക്കെ കേറി വരികയാണ്. വണ്ടിയിലായി പോയതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോണ് ചാർജ് ഇല്ലായിരുന്നു. അതെ, കുത്തിട്ടെ കൊണ്ട് ചാർജ് ഇപ്പൊ കേറ്റിട്ടാണ് ഫോണിൽ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഫുഡിനെ പറ്റി എന്താ അഭിപ്രായം പറയാനുള്ളത്? ഫുഡ് നല്ല ഫുഡായിരുന്നു, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ജസ്റ്റ് ഒരു 5 പേര് പൊറോട്ടയും പുട്ടും കഴിച്ചു. അതേപോലെ ഒരു മുട്ടക്കറിയും കടലക്കറിയും കഴിച്ചു. അത്രേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ പൂരിയും. അപ്പൊ അത്രയും കഴിച്ചത് നമുക്ക് ബില്ല് വന്ന 864 അങ്ങനെന്തോ ആണ്. പക്ഷേ അവിടത്തെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കടലക്കറിയുടെ രൂപ വെച്ചാല് 100 രൂപയാ. നമ്മുടെ നാട്ടില് 30 രൂപ കിട്ടുന്ന കടലക്കറിന്റെ അതേ എന്താ പറയാ ക്വാണ്ടിറ്റി അതിന് തന്നെ 100 രൂപക്കാണ് ഇപ്പൊ കഴിച്ചത്. അപ്പൊ ഇങ്ങനെ ഊട്ടിയില് ഇപ്പൊ ഊട്ടി മാത്രല്ല എവിടെ പോവാച്ചാലും ഫുഡ് കഴിക്കുന്നവരിങ്ങനെ കാര്യങ്ങൾ നോക്കി കഴിക്കുക. അല്ലാണ്ട് പെട്ടുപോകും. ഞങ്ങൾ പെട്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇതിന് മുമ്പ് നമുക്കൊരു വിഷയമല്ല. ഇതിന് മുമ്പ് അങ്ങനെ മൈസൂർ പോയപ്പോ അങ്ങനെ പ്രശ്നമില്ല. കാര്യം ഞങ്ങളപ്പുറത്തെ ടേബിളിൽ ഇരുന്ന 3 പേര് ഓരോ ചിക്കൻ കറി ചെയ്ത് വാങ്ങിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് ബില്ല് പേയ്മെന്റ് ചെയ്ത കാർഡ് വെച്ചിട്ടൊക്കെ അവര് EMI ഉണ്ടോ ചോദിക്കുന്നവരെ എടുക്കുന്നത് അവിടെ. അതെ. അപ്പൊ പൈസക്കാർക്ക് പ്രശ്നമല്ല, അല്ലാത്തവര്. നമ്മളിതാ ഊട്ടിയൊക്കെ കഴിഞ്ഞപ്പോ എവിടെത്തി? വയനാട് ചുരത്തിലെത്തി. ഭയങ്കര കോടയാണ്. കാണുന്ന പോലും എത്രത്തോളം കിട്ടുന്ന അറിയാല. എവിടെയുള്ളതായിട്ട് മനസ്സിലായിട്ടാണ്. സോറി, കോടയാണ്. ഉമ്മാര് കോട കാണുന്ന വൈറ്റൊക്കെ കോടാണ് കേട്ടോ. ആകാശല്ല, കോടാണ്. അമ്മാരെ കോടാണ് ഇവിടെ. അപ്പൊ വയനാടൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ നല്ല വൈബ് ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചു തരണം. അജ്മലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, തണുപ്പധികം പറ്റൂല. എനിക്ക് തണുപ്പിന്റെ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോലെ അല്ലേ? ഇല്ല, വൈൻഡപ്പ് ചെയ്യല. ചിലപ്പോ അജ്മലിന്റെയും വിശാലിന്റെയും വീട്ടിലെ ചെറിയ സീക്വൻസ് അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതിലൊരു താല്പര്യം ഉണ്ടാവത്തില്ല അതൊന്നും കാണാൻ. നമ്മൾ നമ്മള് മാക്സിമം ട്രൈ ചെയ്യാം. ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ
നമ്മുടെ സ്വന്തം തടു നാളെ നമ്മളെ വിട്ട് പിരിയുകയാണ്. നാളെ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോ നാളെ തടു പോകുന്നതിന്റെ ഒരു വ്ളോഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു പോയി അല്ലേ? അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. This is Ajju.